ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏട്ടന്റെ അമ്മ വരാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ ആകെ കുളവും. കാരണം പുള്ളിക്കാരിക്കാണെങ്കിൽ ശ്വാസം മുട്ടലും ഉണ്ട്, ബാക്ക് പെയിനും ഉണ്ട്. ട്രെയിനിൽ ഇത്രയും ദൂരം ഇരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഞാനും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചതാ. പിന്നെ നിന്റെ അമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ ആക്കിയിട്ട് പോയായിരുന്നു. ഇതിപ്പം അയ്യോ എന്റെ പൊന്നു കരിമോനെ, എനിക്ക് എന്നെ തന്നെ നോക്കാൻ വയ്യ. അവരെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയാലേ എവിടെയെങ്കിലും ഉരുണ്ട് വീണാലേ എന്റെ തലയിലാകും. ഉടങ്ങിയിരിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ല എങ്കിൽ പിന്നെ അമ്മാവന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് പോകാം. അയ്യോ അമ്മാവന്റെ വീട്ടിലൊന്നും ഏൽപ്പിച്ചിട്ട് പോകണ്ട. അവിടെ പോയി ഇരുന്നിട്ട് വേണം ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്മാവൻ പറയാൻ. ഓ അമ്മേനെ അവിടെ ഉപേക്ഷിച്ച് തള്ളിയിട്ട് പോയിരുന്നു. എന്നാ പിന്നെ പോവാതിരിക്കാം. അല്ല പിന്നെ ഇപ്പൊ എന്തോന്ന് ചെയ്യും? അയ്യോ എലിയെ പിടിച്ച് ഇല്ലം ചൂടാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയാം. സിറ്റിയിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്, തൽക്കാലം അവിടോട്ടാക്കിയാലോ? നമ്മൾ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോ തിരിച്ചു കൂട്ടാലോ. അവര് പൊന്നുപോലെ നോക്കിക്കോളും. അതൊക്കെ ശരിയാവോ? എന്താ ശരിയാകാത്തത്? എത്രയോ പേര് ചെയ്യുന്നു. ചിലര് കണ്ടിട്ടില്ലേ, വീട്ടിനകത്ത് വളർത്തുന്ന പട്ടിയും പൂച്ചയൊക്കെ കൊണ്ട് പെറ്റ് ഷോപ്പിൽ കൊണ്ടാക്കിയിട്ട് യാത്രയ്ക്ക് പോകും, തിരിച്ചു വരുമ്പോ കൂട്ടിക്കൊണ്ടുവരും.